വൈകിട്ടത്തെ നല്ല ചൂട് ചായക്കൊപ്പം ദാ ഇതുപോലെ ബ്രെഡും സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും പുറത്ത് മഴയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് സവാള നീളത്തിൽ തീരെ കനം കുറച്ച് കട്ട് ചെയ്തും ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മുളകുപൊടി, ഗരം മസാല, കായത്തിന്റെ പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരക്കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് ദാ സവാളയായിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ദാ ഈ ഒരു പരുവത്തിൽ ഒന്നങ്ങ് എത്തിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മിക്സും ഭയങ്കരമായിട്ട് ലൂസായി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡിൽ നന്നായിട്ട് കവർ ചെയ്ത് ഇരിക്കില്ല. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ബ്രെഡ് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ദാ നമ്മുടെ മിക്സ് ഇതേപോലെ രണ്ട് വശത്തും നല്ലോണം തന്നെ ഒന്നുങ്ങ് ആക്കിയെടുക്കാം. കണ്ടോ? ഇതിപ്പോ കറക്റ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ലൂസായിട്ടൊന്നും പോയിട്ടില്ല. എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും ഇരിക്കുന്നില്ല. ഇനിയിപ്പം നല്ല ചൂടായ ഓയിലിലേക്ക് ദാ ഇതേപോലെ ചേർത്ത് രണ്ട് വശം നല്ലോണം തന്നെ മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങട് എടുക്കാം. അതിനുശേഷം നല്ല ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി ട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട. കണ്ടോ? പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.